വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനഭാഗങ്ങൾ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേർഡ്സ് 1-4. വചനം ഇങ്ങനെ പറയുന്നു: പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവജനമേ, ഇപ്പോൾ വായിച്ചു കേട്ട ഈ വചനഭാഗം നമുക്കൊക്കെ വളരെ പരിചിതമാണ്. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു കാത്തിരുന്ന ഒരു പറ്റം മനുഷ്യരുടെ മേൽ സംഭവിച്ച അത്ഭുതകരമായ കാര്യം, പന്തക്കുസ്ത അനുഭവം. ദാ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പന്തക്കുസ്തായുടെ അനുഭവ ദിനങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആരുടെ മേലാണ് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞത്? ഭയപ്പെട്ടിരുന്ന, പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്ന, ജീവിതത്തിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥപ്പെട്ടിരുന്ന ഒരു പറ്റം മനുഷ്യരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ ആ വ്യക്തികളെല്ലാവരും ജ്വലിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതത്തെ അടിമുടി മാറ്റം വരുത്തപ്പെടാൻ തുടങ്ങി. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത്? പ്രാർത്ഥിച്ച് കാത്തിരുന്ന 120ഓളം പേർ, ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അടിത്തറ പാകപ്പെട്ട ആ നാൾ മുതൽ പിന്നീട് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെടുകയാണ്. പേടിച്ചരണ്ടിരുന്നവർ അതിശക്തരായി ഇതാ പൊതുജന മധ്യത്തിൽ വന്നു നിന്ന് വചനം പറയാൻ തുടങ്ങി. മനുഷ്യരുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഭയപ്പെട്ടിരുന്നവർ പരസ്യമായി അതാ ജനതയ്ക്ക് മുമ്പിൽ വന്ന് നിന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ വചനം പറയുന്നതനുസരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തുടങ്ങി. അതിനേക്കാളൊക്കെ ഉപരിയായി ഈ ശിഷ്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അക്കാലം അത്രയും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പിണക്കങ്ങളും അസ്വസ്ഥതകളും മാറ്റിവെച്ച് ഐക്യത്തോടുകൂടെ ഇതാ സ്വർഗരാജ്യത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ അവർ തയ്യാറായി. അവരുടെ ജീവിതത്തിൽ മാരകപാപങ്ങളിൽ നിന്നവർ ഒഴിഞ്ഞു നിന്നു. കൂട്ടായ്മയിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിന് അവർ തുടക്കം കുറിച്ചു. ഒരു പക്ഷേ ദാ ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അസ്വസ്ഥരായ അനേക മനസ്സുകൾക്കുടമകളാണ് നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ, രോഗപീഠകൾ, അസ്വസ്ഥതകൾ, സാമ്പത്തിക ദുഃഖങ്ങൾ, അങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പന്തക്കുസ്ത എൻ്റെ ജീവിതത്തിൽ എന്ത് സ്വാധീനം നിലനിർത്തുന്നു? പന്തക്കുസ്ത അനുഭവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തു പ്രാധാന്യം എനിക്ക് നൽകുന്നു? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പന്തക്കുസ്ത എന്ന് പറയുന്നത് തിരുസഭയുടെ സ്ഥാപന ദിനമാണ്, തിരുസഭയുടെ ജനന ദിനമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: തിരുസഭയുടെ പ്രാധാന്യം എന്താണ്? കത്തോലിക്ക തിരുസഭ ഈ കാലഘട്ടത്തിൽ എന്തു ചെയ്യുന്നു? തിരുസഭയുടെ പ്രാധാന്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈ തിരുസഭ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അതിശക്തമായ സ്വാധീനം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ ഒരു പക്ഷേ അനേകരുടെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും. ഈ തിരുസഭ
എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഞാൻ തിരുസഭയിൽ ഒരംഗമായതിൽ എനിക്ക് അഭിമാനമുണ്ടോ? ഈ കാലഘട്ടത്തിൽ തിരുസഭയുടെ പ്രാധാന്യം എന്താണ്? ഇത് മനസ്സിലാക്കുവാൻ ലൂക്കാ സുവിശേഷത്തിൽ നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഒരു ഉപമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അത് നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ്. നമുക്കറിയാം, ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയാണ് ആ ഉപമ യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ ചില പ്രസക്തമായ വചനഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ്. 34 മുതലുള്ള വചനഭാഗങ്ങൾ, ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 34 മുതലുള്ള വചനഭാഗങ്ങൾ. അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്നു പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും അതുപോലെ ചെയ്യുക. ആരാണ് നല്ല അയൽക്കാരൻ എന്നുള്ള ചോദ്യത്തിന് യേശു അതിമനോഹരമായിട്ട് ഒരു ഉപമയിലൂടെ, നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഉപമയിലൂടെ ആരാണ് നല്ല അയൽക്കാരനെന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സഭാപിതാക്കന്മാർ ഈ ഉപമയ്ക്ക് കൊടുക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അതിങ്ങനെയാണ്: നല്ല സമറിയാക്കാരൻ മുറിവേറ്റ മനുഷ്യനെയും കൊണ്ട് ചെല്ലുന്നത് ഒരു സത്രത്തിലാണ്. ആ സത്രത്തിലാണ് ആ മുറിവ് സൗഖ്യപ്പെടുന്നത്. വഴിയരികിൽ മുറിവേറ്റ് ആരും ശുശ്രൂഷിക്കാനില്ലാത്തവണ്ണം വേദനയേറ്റു കിടക്കുന്ന ഒരുവൻ, അവനെയും കൊണ്ട് നല്ല സമറിയാക്കാരൻ എത്തുന്നത് എവിടെയാണ്? ഒരു സത്രത്തിലാണ്. ആ സത്രത്തിൽ നല്ല സമറിയാക്കാരൻ അവനെ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, അത്രമേൽ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ആ സത്രത്തിൽ ആ നല്ല സമറിയാക്കാരൻ ആ മുറിവേറ്റവനെ ഏൽപ്പിക്കുന്നത്. സഭാപിതാക്കന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: ആ സത്രം, അതായത് മുറിവേറ്റ മനുഷ്യരെ സൗഖ്യപ്പെടുത്തുന്ന ഇടം, അത് തിരുസഭയാണ്. മുറിവേറ്റ മനുഷ്യൻ, ഒറ്റപ്പെട്ട മനുഷ്യൻ, ജീവിതത്തിൽ ആരാരുമില്ലാതെ വേദന കൊണ്ട് പിടയുന്ന മനുഷ്യർക്ക് ആലംബമായി തീരുന്ന ഇടം, അത് തിരുസഭയാണ്. നല്ല സമറിയാക്കാരൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്താണ്? ദാ 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും വരുമ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, നല്ല സമറിയാക്കാരനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് യേശുവാണെങ്കിൽ, ആ യേശു ഈ കാലഘട്ടത്തിൽ തിരുസഭയോട് പറയുന്നു, എൻ്റെ രണ്ടാം വരവിൽ നിനക്കാവശ്യമുള്ളതെല്ലാം ഞാൻ തന്നുകൊള്ളാം. ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അടുത്ത വരവിൽ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തിരുസഭയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടതെല്ലാം ഇതാ യേശു നൽകിയിട്ടുണ്ട്. തിരുസഭ മുറിവേറ്റവരെ ശുശ്രൂഷിക്കുന്ന ഒരു സത്രമാണ്. വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ധൈര്യപൂർവ്വം വിളിച്ചു പറയാം, ഇതാ ഈ തിരുസഭ മുറിവേറ്റ മനുഷ്യർക്ക് ആശ്രയമരുളുന്ന, മുറിവേറ്റ മനുഷ്യരെ ചേർത്തു പിടിക്കുന്ന ഒരിടമാണ്, സത്രമാണ് തിരുസഭ. ഒരുപക്ഷെ അനേകരുടെ ഉള്ളിൽ ഒത്തിരിയേറെ ചോദ്യങ്ങളുണ്ടാവും. തിരുസഭയ്ക്ക് ശുശ്രൂഷിക്കുവാനുള്ള എക്യുപ്മെൻറ്റ്സ്, എല്ലാവിധ കഴിവുകളൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. ഈ കാലഘട്ടം നമ്മുടെ മുമ്പിൽ വിളിച്ചു പറയുന്നു. മഹാമാരി എല്ലാ മനുഷ്യരെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ തിരുസഭ ഉറങ്ങുകയല്ല, ജാഗ്രതയോടുകൂടി ദൈവജനത്തോട് ചേർന്ന് അവരെ പൊതിഞ്ഞു പിടിക്കുകയാണ്. അതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ പല ദേവാലയങ്ങളും വേദനിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഇടങ്ങളായി മാറി.
നോർത്ത് ഇന്ത്യയിലെ അനേക ദേവാലയങ്ങളും കോൺവെൻറ്റുകളുമൊക്കെ ഓക്സിജൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, അവരുടെ പ്രാണവായ കൊടുക്കുന്ന ഇടങ്ങളായി മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, തിരുസഭയുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രാധാന്യം എന്നത് മുറിവേറ്റ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരിടമാണ് എന്നുള്ളതാണ്. തിരുസഭ ഒരു സത്രം പോലെ ദൈവജനത്തെ ചേർത്ത് പിടിക്കുന്ന, മുറിവുണക്കുന്ന ഒരിടമാണെങ്കിൽ എന്താണ് തിരുസഭയുടെ ചാലക ശക്തി? എന്തു ശക്തിയാണ് ഈ തിരുസഭയെ നയിക്കുന്നത്? ഇതറിയാൻ വായിച്ചു ധ്യാനിക്കാൻ പറ്റിയ പുസ്തകം അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ സമയം കിട്ടുന്നതനുസരിച്ച് വായിക്കുക, ധ്യാനിക്കുക. അതിമനോഹരമായി പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെ കുറിച്ച് സുന്ദരമായി എഴുതപ്പെട്ടിട്ടുള്ള അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകം. അപ്പസ്തോല പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ആദിമ ക്രൈസ്തവ സമൂഹം മുഴുവൻ നിയന്ത്രിക്കപ്പെട്ടിരുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം, അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ഇതൊരു കൽപ്പനയാണ്. എന്ന് പറഞ്ഞാൽ തിരുസഭയെ നിയന്ത്രിക്കേണ്ടത് മനുഷ്യരല്ല, മനുഷ്യരുടെ ബുദ്ധിയല്ല, ലോകം നൽകുന്ന ചിന്തകളല്ല, അധികാരങ്ങളല്ല, മറിച്ച് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വചനത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കും. തിരുസഭയുടെ ശക്തി എന്ന് പറയുന്നത് വ്യക്തികളുടെ കഴിവല്ല, നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പേരുമാനങ്ങളല്ല, മറിച്ച് പരിശുദ്ധാത്മാവാണ്. ഞാൻ ഒരുപക്ഷെ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വയം വിമർശനത്തിനും വിലയിരുത്തലിനും കൂടെ വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ തിരുസഭയെ നിയന്ത്രിക്കുന്നത് ആരാണ്? വചനം പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവാണ് തിരുസഭയെ നിയന്ത്രിക്കേണ്ടത്. ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് കൃത്യം വ്യക്തമായി ഇതാ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2-ാം അധ്യായം 1 മുതലുള്ള വചനത്തിൽ നമ്മൾ വായിച്ചു, പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവരെ ഏറ്റെടുത്തു. നാം മുന്നോട്ട് വായിച്ചു നോക്കുക. ഓരോ വചനഭാഗത്തിലും പരിശുദ്ധാത്മാവ് കൃത്യം വ്യക്തമായി ആദിമ ക്രൈസ്തവ സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത് ഇതാ വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. 4-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം വായിക്കുക. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 7-ാം വചനം. വചനത്തിൽ ഇങ്ങനെയാണ്, അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്തധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്തു മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. വചനത്തിൽ എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്താ ദിനത്തിൽ സംഭവിച്ചത് ഇതാണ്. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതങ്ങളെ ഏറ്റെടുത്തു. അവരുടെ വചന ശുശ്രൂഷയിൽ നിറഞ്ഞു നിന്നിരുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവ് കൊടുത്ത നിയന്ത്രണങ്ങളായിരുന്നു. പരിശുദ്ധാത്മാവാണ് അവരുടെ വാക്കിനെയും പ്രവൃത്തിയെയും ജീവിതത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 30-ാം തിരുവചനം. വചനം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ
രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു. പത്രോസിനും കൂട്ടരോടും പറഞ്ഞു, നിങ്ങളിനി വചനം പ്രസംഗിക്കരുത്. ഇവരെന്ത് ചെയ്തു? ഇവർ ഇതാ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ചില അടയാളങ്ങൾ നൽകിക്കൊണ്ട് ആ കൂട്ടായ്മയെ പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിലാണിത് വായിച്ചത്. 5-ാം അധ്യായം സാധിക്കുന്നവർ നിങ്ങളുടെ ബൈബിൾ തുറന്ന് അപ്പസ്തോല പ്രവർത്തനത്തിൽ ഞാൻ ഈ പറയുന്ന വചനങ്ങളോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് തിരുസഭയെ നിയന്ത്രിച്ചിരുന്നതെന്ന് കൃത്യം വ്യക്തമായി ഈ വചനങ്ങൾ പഠിപ്പിക്കും. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം അതിൻ്റെ 32-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 8-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 17-ാം തിരുവചനം: പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെയൊക്കെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. വീണ്ടും 8-ാം അധ്യായം മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ മുഴുവൻ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചുമാണ്. 10-ാം അധ്യായം അതിൻ്റെ 44-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്ന് പറഞ്ഞാൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് വ്യക്തികളുടെ മേൽ കടന്നു വന്ന് അവരുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കുന്നു. വീണ്ടും വചനം വായിക്കാം. 11-ാം അധ്യായം 22, 23, 24 വചനം. ഈ വാർത്ത ജെറുസലേമിലെ സഭയിലെത്തി. അവർ ബർണബാസിനെ അന്ത്യോക്യയിൽ അയച്ചു. അവർ ചെന്ന് ദൈവത്തിൻ്റെ കൃപാവരം ദർശിച്ചു സന്തുഷ്ടനാവുകയും കർത്താവിനോട് വിശ്വസ്തയുള്ളവരായി ദൃഢചിത്തയോടുകൂടെ നിലകൊള്ളാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. കാരണം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. വീണ്ടും വായിച്ചു പോവുക. 13-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു: പൗലോസ് എന്ന് പേരുകൂടെ ഉണ്ടായിരുന്ന സാവൂളാവട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്. വീണ്ടും വായിക്കുമ്പോൾ 16-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രിജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്തു. മിസ്സിഹായ്ക്ക് അടുത്തു വന്നപ്പോൾ മിഥ്യാനിലേക്ക് പോകുവാൻ അവർ ആഗ്രഹിച്ചു. എങ്കിലും യേശുവിൻ്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ പറഞ്ഞ ഈ വചനങ്ങളെല്ലാം വായിച്ചു പോവുക. അപ്പസ്തോല പ്രവർത്തനം മുഴുവൻ നമ്മൾ വായിച്ചു പോകുമ്പോൾ കാണുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത തിരുസഭയിലെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു തിരുസഭ. നമ്മുടെ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു: ഈ കാലഘട്ടത്തിൽ തിരുസഭയുടെ പ്രാധാന്യം എന്താണ്? അതിൻ്റെ ഉത്തരമെന്നവണ്ണം നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലെ സത്രത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? മുറിവേറ്റ മനുഷ്യർക്ക് ആശ്രയമരുളുന്ന സൗഖ്യത്തിൻ്റെ ഇടം. എന്നിട്ട് ഈ മുറിവേറ്റ ഇടങ്ങളിലെ സൗഖ്യത്തിൻ്റെ ചാലക ശക്തി എന്ന് പറയുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ നമ്മൾ പറഞ്ഞു വയ്ക്കുകയാണ്, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന സഭയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് അത് കാണപ്പെടുന്ന തരത്തിൽ
അനുഭവിക്കാൻ കൂടെ ഇടവരുത്തും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ സ്വയം വിമർശനത്തിന് വിധേയമാക്കേണ്ട ഒരു ചോദ്യം, നമ്മുടെയൊക്കെ ഈ നാളുകളിൽ നമ്മുടെയൊക്കെ പലപ്പോഴുമുള്ള തീരുമാനങ്ങളെ ആരാണ് തീരുമാനിക്കുന്നത്? തിരുസഭ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ, കർദിനാൾ, മെത്രാന്മാർ, അച്ഛന്മാർ, കന്യാസ്ത്രീമാർ എന്നിങ്ങനെ ഒരു പറ്റം വ്യക്തികളിലല്ല അത് മാറ്റി നിർത്തേണ്ടത്, മറിച്ച് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. നമ്മളൊക്കെ തിരുസഭയാണ്. നമ്മളാകുന്ന തിരുസഭയിൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ പെരുമാറ്റങ്ങളെ, ചിന്തകളെ, പ്രവൃത്തികളെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഒരു സത്രമായി പ്രവർത്തിക്കേണ്ട, മറ്റുള്ളവർക്ക് മുറിവേറ്റ മനുഷ്യർക്ക് ആശ്രയമായി മാറേണ്ട നമ്മുടെയൊക്കെ ജീവിത സ്വഭാവത്തിൽ പരിശുദ്ധാത്മാവാണോ ഇന്ന് നമ്മളെ നിയന്ത്രിക്കുന്നത്? അപ്പസ്തോല പ്രവർത്തനത്തിൽ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, പരിശുദ്ധാത്മാവ് പറഞ്ഞത് മാത്രമേ അവർ ചെയ്തുള്ളൂ. ഉദാഹരണത്തിന് ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, വിളിച്ചിടത്തെല്ലാം അവർ പോയി അവരുടെ കഴിവുകൾ അവർ പ്രദർശിപ്പിച്ചില്ല, മറിച്ച് പരിശുദ്ധാത്മാവ് അനുവദിച്ചിടങ്ങളിൽ മാത്രമേ അവർ പോയി പ്രസംഗിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അനുവാദത്തോടുകൂടെ മാത്രമേ അവരുടെ തീരുമാനങ്ങൾ അവർ നയിക്കപ്പെട്ടുള്ളൂ. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം അതിൻ്റെ 7-ാം വചനത്തിൽ നമ്മൾ കണ്ടില്ലേ? അതായത് ഒരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അത് പരിശുദ്ധാത്മാവ് വേണ്ട എന്ന് പറഞ്ഞു മറ്റൊരു വഴിക്ക് തിരിച്ചുവിടുകയാണ്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 21-ാം അധ്യായം അതിൻ്റെ 4-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 21-ാം അധ്യായം 4-ാം തിരുവചനം, ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് ഞങ്ങൾ 7 ദിവസം അവിടെ താമസിച്ചു. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി അവർ പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്നു പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി എന്ന് പറഞ്ഞാൽ സുവിശേഷ ശുശ്രൂഷയുടെ അടിസ്ഥാനം പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. നിന്റെ ആത്മീയ ജീവിതം മരവിപ്പിലാണോ? പ്രിയപ്പെട്ടവരെ, നീ ആയിരിക്കുന്നിടത്തിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു വചനഭാഗമുണ്ട്. ലൂക്കാസ് വിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കും. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 12 വചനം 12 വചനം പറയുന്നു, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇതാണ് ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുക, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുക. ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ. പന്തക്കുസ്ത ദിനത്തിൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യാം. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ഒരു പ്രവാചക ശുശ്രൂഷ നമ്മുടെ ആരുടെയും കഴിവല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ആദിമ ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരുന്ന ഒത്തൊരുമയോട് ചേർന്ന് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു സഭയായി നമുക്ക് മാറാം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ നാളുകളിൽ ആവർത്തിച്ച് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ എന്നെ നവീകരിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ. ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ഉള്ളിൽ ഭയത്തിൻ്റെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ആകുലതയുടെയും ദുരാത്മാക്കൾ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ആവർത്തിച്ചു പ്രാർത്ഥിച്ചു കൊള്ളുക. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തെ നയിച്ച അതേ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ എന്നെയും നിന്നെയും നയിക്കും. തിരുസഭ ഒരു സത്രം പോലെ
മുറിവുണക്കുന്ന ഒരിടമായി നിൽക്കുമ്പോൾ നമ്മുടെ ദൗത്യം തിരുസഭയുടെ അംഗങ്ങളായി നിലകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് അഭയം കൊടുക്കുന്ന ഇടങ്ങളായി മാറാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ അതിശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറയട്ടെ, അതിനുള്ള കൃപ സമൃദ്ധമായിട്ട് എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവസമൃദ്ധമായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.